സാർ നമസ്കാരം. നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടി സരിത എന്നൊരു വനിതയെ കൊണ്ടുവന്ന് ഇല്ലാത്ത കഥകളുണ്ടാക്കി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ അധികാര സിംഹാസനം പിടിക്കുന്നതാണ് കേരളം കണ്ടത്. അന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി എത്തിയ KB ഗണേഷ് കുമാർ ആയിരുന്നു. KB ഗണേഷ് കുമാർ ഇന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ G സുകുമാരൻ നായരുമായി ദിനവും കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പരസ്പരം ഖോഖോ വിളിച്ച് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ KB ഗണേഷ് കുമാർ G സുകുമാരൻ നായരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കേസിന് പോ, എന്നാൽ താൻ കേസ് കൊടുക്ക് എന്ന് പറയുന്നു. കേസിന് പോകാൻ എനിക്ക് മടിയില്ല, NSSനെതിരെ ഞാൻ കേസ് കൊടുക്കില്ല. സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുത്താൽ NSSൻ്റെ പണം ഉപയോഗിച്ച് സുകുമാരൻ നായർ ആ കേസ് നടത്തും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പണം ഉപയോഗിച്ച് ഞാൻ സുകുമാരൻ നായർക്കെതിരെ കേസ് നടത്താൻ തയ്യാറാണ് എന്ന് ഗണേഷ് കുമാർ പറയുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. NSS നടത്തിയ കേസ് സുകുമാരൻ നായരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി 89 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഇത് നീതിപീഠത്തോട് കാണിക്കുന്ന മര്യാദകേടാണ് എന്ന് KB ഗണേഷ് കുമാർ എടുത്തു പറയുമ്പോൾ, അദ്ദേഹം മന്ത്രിയായിരുന്ന, മന്ത്രിസഭയെ നയിച്ചിരുന്ന പിണറായി വിജയൻ എന്ന നേതാവ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ പ്രതിയായ ആ കേസ് എനിക്ക് തോന്നുന്നു 50 തവണയാണ് സുപ്രീം കോടതിയിൽ അത് പലവിധ കാരണങ്ങളാൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അതെന്ന് തോന്നുന്നു. നന്ദകുമാർ സാർ ആ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടം നടത്തിയ വ്യക്തി തന്നെയാണ്. ഇവിടെ KB ഗണേഷ് കുമാർ പറയുന്നു 89 പ്രാവശ്യം ഒരു കേസ് മാറ്റിവെക്കുന്നത് ജുഡീഷ്യറിയോട് കാണിക്കുന്ന മര്യാദകേടാണെന്ന് പറയുമ്പോൾ, KB ഗണേഷ് കുമാർ ഒരു കാലത്ത് താങ്ങി നടന്ന പിണറായി വിജയന് സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ ഒരു നെറുകേട് സുപ്രീം കോടതിയോട് അല്ലെങ്കിൽ ജുഡീഷ്യറിയോട് പിണറായി വിജയൻ തന്നെ കാണിച്ചിരുന്നതാണ് എന്നുള്ള വസ്തുത KB ഗണേഷ് കുമാർ ഓർക്കുന്നില്ലേ എന്നുള്ളതാണ് പൊതുജനം ഇപ്പോൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് സരിത നായരിൽ ഒരു കുട്ടി ഉള്ള അവിഹിത കുട്ടികളുടെ പിതാവെന്ന് നമ്മൾ പലപ്പോഴും വിളിച്ച് പറയുന്ന ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം 2016 ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി സരിതാ നായരെ കൊണ്ട് കള്ള കുറിപ്പുണ്ടാക്കുകയും, അതായത് ജയിലിൽ വെച്ചവർ ആദ്യം ഉണ്ടാക്കിയ കുറിപ്പിന് പകരം 5 പേജും കൂടെ ചേർത്ത് 21 പേജ് ഉണ്ടായിരുന്ന 26 പേജാക്കി മാറ്റി, അങ്ങനെ 5 പേജും കൂടെ ചേർത്തിട്ടാണ് ആ കുറിപ്പ് വലുതാക്കിയത്. പുറത്ത് വന്ന ശേഷം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾക്ക് സരിതാ നായരെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ജുഗുപ്സാപരമായ ലൈംഗിക വൈകൃതങ്ങളടങ്ങിയ ഒരു കഥയുണ്ടാക്കി അദ്ദേഹത്തെ അതിനെതിരെ കള്ളക്കേസ് എടുപ്പിച്ചിട്ടാണ്, വ്യാപകമായി കള്ളക്കേസ് എടുപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ അന്ന് താഴെ ഇറക്കിയത്. നമുക്കറിയാം, കേരളം മുഴുവൻ അവർ വലിയ പ്രചരണം നടത്തി CPM. അത് എടുത്തിട്ട് വലിയ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് സരിതാ നായർക്ക് കൂടി 25 കോടി രൂപ കൊടുത്തിട്ടാണ് അന്ന് പിണറായി വിജയനും ഗണേഷ് കുമാറും സരിതയും കൂടെ ഗൂഢാലോചന നടത്തിയ പരിപാടി വിജയിപ്പിച്ചത്. വലിയ വിജയമായിരുന്നു ഗണേഷ് കുമാറിന്. കാരണം ഉമ്മൻചാണ്ടിയെ താഴെ അന്ന് ഇറക്കി, അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് താഴെ ഇറങ്ങേണ്ടി വന്നത്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുകുമാരൻ നായരായിട്ട് കൊമ്പ് കോർക്കുമ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 89 തവണയുടെ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത് കേസ്. എന്നാൽ നമ്മളെ പിണറായി വിജയനോ, ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ലാവ്ലിൻ കേസ്, അതിൽ 375 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അത് ഓഡിറ്റർ കൺട്രോളർ ജനറൽ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. 375 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. ആ നഷ്ടമുണ്ടായ കേസിൽ ആ കേസ് എൻ്റെ പരാതി പ്രകാരമാണ് CBI അന്വേഷണം വന്നതും CBI അന്വേഷണം പിണറായി വിജയനെ കുറ്റക്കാരനായിക്കൊണ്ട് കുറ്റപത്രം കൊടുത്തതും. ആ കുറ്റപത്രം കൊടുത്ത ശേഷം പിണറായി വിജയൻ വളഞ്ഞ വഴി കൂടെ ജഡ്ജിനെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുകയും ഹൈക്കോടതിയിലെ ജഡ്ജായ ഉബൈദിന് 25 കോടി രൂപ കൊടുത്ത് അവിടെയും അട്ടിമറിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് MK ദാമോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്ര തവണ മാറ്റിവെച്ചു എന്നാണ് കരുതുന്നത്? പ്രതി പറയുമ്പോൾ 50 തവണയല്ല,
90-ൽ മേതെ തവണ രജിസ്ട്രി വഴിയും അതേപോലെ കോടതി വഴിയും, കോടതിയിൽ കേസ് വരുമ്പോൾ അവിടെ BJP ഗവൺമെൻറ് ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പറയുകയാണ്. സോളിസിറ്റർ ജനറൽ എന്ന് പറയുകയാണ് ഞങ്ങൾ മാറ്റിവെക്കണം. അതായത് 90 തവണയിൽ മേതെ മാറ്റി വെച്ചിരിക്കുകയാണ്. എത്ര വർഷമായി? 2017 സുപ്രീം കോടതിയിൽ എത്തുന്നത് ഓർക്കണം. 2026 9 വർഷമായിട്ട് കേസ് മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലെ പ്രതികൾ തന്നെ 4 പേര് മരിച്ചുപോയി. സാക്ഷികൾ 190ഓളം സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 25ഓളം പേർ ഇപ്പോൾ മരിച്ചു. പല സാക്ഷികൾക്കും ബുദ്ധിസ്ഥിരതയില്ലാതെയായി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായി, കിടന്ന കിടപ്പിൽ എഴുന്നേൽക്കാൻ പറ്റാതെയായി. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഈ കേസ് മറ്റൊരു തരത്തിലും കൂടി അട്ടിമറിക്കുകയാണ്. ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വീരനായ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് ആലോചിക്കണം. അപ്പം ഗണേഷ് കുമാർ സുകുമാരൻ നായരെക്കുറിച്ച് ആരോപിക്കുന്നതിനെ ആരോപണം നേരെ പിണറായി വിജയനെതിരെക്കുറിച്ച് എന്താണ് അദ്ദേഹം മിണ്ടാത്തത്? കാരണം പിണറായി വിജയൻ വാ തുറന്നാൽ ഗണേഷ് കുമാർ അന്നുണ്ടായ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി പിണറായി വിജയൻ കൂട്ടുന്നതിൻ്റെ പൈസ മുടക്കിയതിൻ്റെ കഥകൾ വിളിച്ചു പറയും എന്നുള്ള പേടിയാണ് പിണറായി വിജയനുള്ളത്. ഗണേഷ് കുമാറിനെ പേടിച്ചിട്ടാണ് പിണറായി നടക്കുന്നത്. കാരണം ആ പണം കൊടുത്തതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങളും തെളിവുകളും ആരുടെ കൈവശമുണ്ട്? ഗണേഷ് കുമാറിൻ്റെ കൈവശമുണ്ട്. സരിതാ നായരെ കൊണ്ട് ഇത്രയും കള്ളപ്പരാതി ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രധാനമായിട്ട് പിണറായി വിജയനാണെങ്കിൽ, രണ്ടാമത് ഉമ്മൻചാണ്ടിയോടുള്ള വിരോധം എന്തിനായിരുന്നു? യാമിനി തങ്കച്ചി പത്രസമ്മേളനം നടത്തി സരിതാ നായരുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണൻ ഔദ്യോഗിക മന്ത്രിയുടെ ഓഫീസിൽ വീട്ടിൽ വന്ന് ഗണേഷ് കുമാറിനെ അടിച്ച് നിരപ്പാക്കി ചുവന്ന് തക്കാളി പോലെ മുഖം വീർത്ത് പുറത്തു വരുന്ന രംഗം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് വന്ന് അത്രയും ഗവൺമെൻറ് ചീത്തപ്പേരുണ്ടായപ്പോൾ അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടിയെ അദ്ദേഹം വേട്ടയാടിയത്. ഇത്തരത്തിലുള്ള കള്ളക്കഥയുണ്ടാക്കാൻ പിണറായി വിജയനെ ഗൂഢാലോചന നടത്തി സരിതാ നായരെ കൊണ്ട് ഇത്തരം ഇല്ലാത്ത പരാതികൾ ഉണ്ടാക്കിയെടുത്തത്. സരിതാ നായർ ഇതെല്ലാം തുറന്നു പറയാൻ റെഡിയായി നിൽക്കുകയാണെന്നുള്ള വാർത്ത എൻ്റെ അടുത്തുണ്ട്. അത് എന്നോട് അവർ പറഞ്ഞിട്ടുമുണ്ട്. അത് ഒരു എത്ര നാൾ ഒളിപ്പിച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. എന്തിന് സരിതാ നായരുടെ ഒരു കുട്ടി ഗണേഷ് കുമാറിൻ്റെ അല്ല എന്ന് ഗണേഷ് കുമാറിന് പറയാൻ പറ്റുമോ? സരിതാ നായരിനോട് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് ഗണേഷ് കുമാറാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും വൃത്തികെട്ടവനായ ഗണേഷ് കുമാർ ഒരു കുട്ടിയുടെ പിതാവ് എന്നല്ല, അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുടെ പിതാവ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എറണാകുളം തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ഒരു കഥകളിക്കാരിയായ ഒരു ചെയർപേഴ്സണിൽ ഒരു CPM കാരിൽ ഒരു കുട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വനിതാ വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന വനിതാ ഉദ്യോഗസ്ഥയിൽ ഒരു കുട്ടിയുണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ നാട് മുഴുവൻ അദ്ദേഹത്തിന് കുട്ടികളുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് ഏത് നടിക്ക് എവിടേക്കാണ് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഒരു കാളക്കൂറ്റിനെ പോലെ എവിടെയും കയറി ഇറങ്ങുന്ന ഒരാളാണ് ഈ ഗണേഷ് കുമാർ എന്ന് ആ സിനിമാ ലോകത്തുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സരിതാ നായരുടെ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ അല്ലാന്ന് പറയാൻ അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.